അള്ളാന്റെ ശബ്ദം കേട്ടു എന്ന് വിചാരിക്കാൻ പറ്റുമോ? മരുഭൂമിന്നായാലും ഇരുട്ടുന്നായാലും കടലിനായാലും കരയുന്നായാലും എവിടുന്നായാലും ഒരു ശബ്ദം കേട്ടാൽ അത് അള്ളാന്റെ ശബ്ദം എന്ന് വിചാരിക്കാൻ പറ്റുമോ? എവിടുന്ന് നിങ്ങൾ എണീറ്റ് വരുന്നത്? എത്ര വലിയ കുഫ്രങ്ങൾ! അള്ളാന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അത് അള്ളാവോ? അത് അള്ളല്ലാന്ന് ഉറപ്പല്ലേ? കുഫറല്ലേ? ഇനി അത് അള്ളാന്റെ ശബ്ദം എന്ന് വിചാരിച്ചാൽ അത് ഷിർക്ക് വന്നില്ലേ? കാരണം അള്ളാഹ് പങ്കു ചേർക്കലല്ലേ. അള്ളാന്റെ ശബ്ദം കേൾക്കുമോ? അത് ഇവിടെ കേൾക്കുന്ന ശബ്ദം അള്ളാഹു അല്ലല്ലോ. അദൃശ്യമായ രൂപത്തിൽ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കുഫറാണ് എന്നാണ്. രാത്രിയുടെ ഇരുളിൽ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കുഫറാണ് എന്നാണ്. അപ്പോൾ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതിൽ നിന്ന് രാത്രി ശബ്ദമുണ്ടാക്കുക എന്നത് മാറ്റി നിർത്തി അത് ഇവർ വകവെച്ചു കൊടുത്തത് ആർക്കാ? ഇവരുടെ ആരാധ്യനായ ജിന്നിന്. ഒരു വർത്താനം കേൾക്കണം, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ അത് ജിന്ന് തന്നെ കാരണം ഉറപ്പന്നല്ലേ? ഒരു വർത്താനം കേൾക്കണം, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ അത് ജിന്ന് തന്നെ കാരണം ഉറപ്പന്നല്ലേ? അപ്പൊ ജിന്നിന്റെ അവിടെ ഹലറത്തുണ്ടല്ലോ. എന്നാ അങ്ങനത്തെ ഒരു സാധനത്തെ കുറിച്ചാണോ വിസ്ഡംകാരും കേനവും തമ്മിലുള്ള തർക്കം? നമ്മൾ പറഞ്ഞത് മുത്തലക്കൻ ശിർക്കാണെന്ന് പറഞ്ഞ വിഷയം